ഗുഡ് മോർണിംഗ്. നമ്മൾ സാധാരണ മത്സര പരീക്ഷകൾക്ക് വരുന്ന രീതിയിലുള്ള ഒരു കണക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കാം. തുടർച്ചയായിട്ടുള്ള എണ്ണസംഖ്യ തുക എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 60 തന്നിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള കുറേ എണ്ണസംഖ്യകൾ, അത് 5, 5, 6, 7, 8 അല്ലെങ്കിൽ 10, 11, 12 അല്ലെങ്കിൽ 20, 21, 22 അങ്ങനെ വരുന്ന തുടർച്ചയായിട്ട് വരുന്ന കുറേ എണ്ണസംഖ്യകളുടെ തുകയാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ചെന്ന് പറയുമ്പോൾ ഇത്ര എണ്ണസംഖ്യ, അപ്പോൾ ഒരു 5 എണ്ണസംഖ്യകളുടെ തുക എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് വരുന്ന 5 എണ്ണസംഖ്യകളുടെ തുക 60 ആണെങ്കിൽ ആ സംഖ്യാശ്രേണിയിലെ ഏറ്റവും ചെറിയ സംഖ്യ, അപ്പോൾ ആ സംഖ്യ തൊട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള 5 എണ്ണസംഖ്യകളുടെ തുകയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് 60. അപ്പോൾ 5 എണ്ണസംഖ്യ എണ്ണത്തിലാണ് 5 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 എണ്ണസംഖ്യയാണ്. അപ്പോൾ 5 എണ്ണസംഖ്യയുടെ തുക 60 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഖ്യാശ്രേണി എഴുതുമ്പോൾ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നുള്ളതാണ്. ആ സംഖ്യ കിട്ടിയാൽ നമുക്ക് തുടർച്ചയായിട്ട് 5 സംഖ്യ എഴുതാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് പറയുന്നത് 60നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു, മൈനസ്. അപ്പോൾ തുകയെ നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഈ 5ൽ നിന്ന് 1 കുറയ്ക്കുന്നു. 5 - 1/2 അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ് ഒരു സംഖ്യ എളുപ്പം എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട് 5ൽ നിന്ന് 1 കുറച്ചാൽ 4/2. അപ്പോൾ നമുക്ക് നോക്കാം. 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതോട്ടും 1 5 5 പോയിട്ട് 1 0 5 2 10 12 5 60. അപ്പോൾ 12 മൈനസ് 4/2 2 സമയത്തോട്ടും 10. അപ്പോൾ ആ സംഖ്യാ ശ്രേണിയിലെ 10 എന്ന് പറയുന്ന സംഖ്യ തൊട്ടാണ് ആ സംഖ്യ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ നോക്കാം. ഇവിടെ നോക്കാം. 10, 11, 12, 13, 14, 1 2 3 4 5 1 2 3 4 5 14 സംഖ്യ. അപ്പോൾ ഇതിന്റെ എല്ലാം കൂടെ തുക എത്രയാണെന്ന് നോക്കാം. 4 3 7 7 9 9 10 10ന് 0 ശിഷ്ടം 1 2 3 4 5 6. അപ്പോൾ തുടർച്ചയായിട്ടുള്ള 5 സംഖ്യകളുടെ തുക ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 സംഖ്യകൾ നമുക്ക് തന്നിരിക്കുന്ന എണ്ണവും തുകയും. അപ്പോൾ ആ തുക തന്നാൽ അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഈ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ 5ൽ നിന്ന് 1 കുറച്ചിട്ട് 4 എഴുതുക. 4/2 ആകുമ്പോൾ നമുക്കതൊരു ക്യാൻസറിൽ കിട്ടും. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 10 ആണ്. 10 തൊട്ടാണ് ആ സംഖ്യ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു നോക്കാം. ആയിട്ടുള്ള ഒരു 50 എണ്ണൽ സംഖ്യയുടെ തുക, 50 എണ്ണൽ സംഖ്യയുടെ തുക 22 25 ആണ്. 50 എണ്ണസംഖ്യയുടെ തുക എന്ന് പറയുന്നത് 20 22 25 2225. ആ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 2225നെ നമ്മൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മൈനസ് 50ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്ര, 49. അപ്പോൾ 49/2 ഇസ് ഈക്വൽ ടു 2225നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2225നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന ഒരു ഷോർട്ടായിട്ടുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്കിതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. നോക്കാം. 2 2 2 5 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 2 10 0 ശിഷ്ടം 1 2 4 1 5 2 2 4 2 2 4. അപ്പോൾ ഇത്രയും കിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ എത്ര, 50 ആണ്. 50 ആയപ്പോഴത്തേക്ക് നമുക്ക് 2 50 എന്ന് പറയുന്ന സംഖ്യയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി കുത്തുകൊടുക്കുക. 2 സ്ഥാനം എന്ന് പറഞ്ഞാൽ 50 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് 100 ആണ് കിട്ടുന്നത്. 50 × 2 എത്രയാണ്, 100. 50 × 2 എന്ന് പറഞ്ഞാൽ 100 കിട്ടും. അപ്പോൾ ഈ 2 സ്ഥാനം മാറ്റി നമ്മൾ കുത്തുകൊടുക്കുക. അപ്പോൾ നമ്മൾ 44.50 എന്നാണ് കിട്ടുന്നത്. 44.50 നോക്കാം നമുക്കൊന്നുകൂടെ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 2225നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 കൊണ്ട് കിട്ടും 10 കിട്ടും. ഇവിടെ 5 കൊണ്ട് കിട്ടുമ്പോൾ 5 4 20 2 22 5 4 20 25 5 5 25 445നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു സ്ഥാനം വെച്ച് കൊടുക്കണം. അപ്പോൾ 44.5. അപ്പോൾ വായിക്കാൻ അറിയാൻ പറ്റുന്ന നമുക്ക് ഗുണിച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം.
അപ്പോൾ നോക്കാം, ഇവിടെ 44.5 മൈനസ് 49നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 2 4 9 4 2 8 10 5 2 10. അപ്പോൾ എന്നിട്ട് നമുക്ക് 24.5 അപ്പോൾ 24.5 കിട്ടും. അപ്പോൾ നോക്കാം, നമ്മുടെ 44.5 നിന്ന് 24.5 കുറയ്ക്കുക. 44.5 നിന്ന് 24.5 കുറയ്ക്കുക. 5 5 0 4 4 0 4 2 2. അത്രയുടെ സംഖ്യ 21 കിട്ടും. അപ്പോൾ നമ്മുടെ സംഖ്യാശ്രേണി തുടങ്ങുന്നത് എവിടെ തൊട്ടാണ്? 20 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ 20, 21, 22 എന്നിങ്ങനെ തുടങ്ങി എത്ര സംഖ്യകൾ വരും? 50 സംഖ്യകൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ശ്രേണി കിട്ടും. അപ്പോൾ നമ്മുടെ ഏറ്റവും ചെറിയ സംഖ്യയാണ് ഇവിടെ 20 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ എളുപ്പമാർഗം എന്ന് പറയുന്നത് നോക്കാം. എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത്. അതിൻ്റെ ഒരു ഫോർമുല നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ, ചെറിയ സംഖ്യ, ആ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ തുക എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത് എന്താണ്? തുകയായിട്ട് നമുക്ക് എടുക്കാം. തുക, ടോട്ടൽ, സമ്മ്. അപ്പൊ ടി നമുക്ക് എടുക്കാം തുക ബൈ എൻ എന്ന് പറഞ്ഞാൽ എണ്ണം. എന്താണ്? എൻ എന്ന് പറഞ്ഞാൽ എണ്ണം, എത്ര സംഖ്യകളുണ്ടോ എന്നുള്ളതാണ്. ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം തുക, അതിന്റെ സമ്മ്, മൈനസ് n-1/2. ഇങ്ങനെ നമ്മളൊരു സമവാക്യം നമ്മുടെ മനസ്സിൽ പഠിച്ചു വെച്ച് തന്നാൽ നമുക്ക് ഇങ്ങനൊരു സംഭവം വന്നാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യയില്ല, തുടർച്ചയെന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ തുടങ്ങുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ തുടർന്ന് വരുന്ന സംഖ്യകൾ ഇപ്പം 101, 102, 103 അല്ലെങ്കിൽ 100 തൊട്ട് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ 12, 13, 14 ഇങ്ങനെ തുടങ്ങുകയാണ്. അങ്ങനെ വരുന്ന സംഖ്യകളുടെ ആ സംഖ്യയുടെ തുക തരികയാണെങ്കിൽ എത്ര സംഖ്യകളുണ്ടെന്ന് അവർ പറയണം. ആ എണ്ണവും തുകയും തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യാശ്രേണിയുടെ ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് കണ്ടുപിടിച്ചാൽ ആ സംഖ്യാശ്രേണി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് എളുപ്പമാകുന്ന ടി എന്ന് പറഞ്ഞാൽ എന്താണ്? തുക. ടി എന്ന് പറഞ്ഞാൽ തുക, ടി എന്ന് പറഞ്ഞാൽ തുക, എന്ന് പറഞ്ഞാൽ എണ്ണം. ഇത് ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ സംഖ്യാശ്രേണിയുടെ ചെറിയ സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, ഇത് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണ് എന്ന് ഓർക്കണം. ഇനി നമ്മൾ അടുത്ത വല്ല പഠിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒറ്റ സംഖ്യകൾ തരികയാണ്. ഒറ്റ സംഖ്യകൾ ഇരട്ട സംഖ്യകൾ തരികയാണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് നമ്മൾ അടുത്ത പ്രശ്നം. അപ്പോൾ ഇന്നത്തെ ഈ കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.